കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പദവികളൊന്നും മാറ്റാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് വിനായകൻ ഇപ്പോഴും. സംസ്ഥാന അവാർഡ് ലഭിച്ചതിനെ തുടർന്ന് സിനിമാ പ്രേമികളുടെ മുഴുവൻ ശ്രദ്ധയും അവിടേക്കായിരുന്നു. പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിച്ച ഒരു പുരസ്കാര നേട്ടം കൂടിയായിരുന്നു വിനായകനിലൂടെ സാധ്യമായത്. കമ്മട്ടിപ്പാടം കണ്ടവരാരും ഈ നടനെ മറക്കില്ല. ഗംഗ എന്ന കഥാപാത്രത്തെ അത്രയ്ക്ക് അവിസ്മരണീയമാക്കിയിട്ടുണ്ട് വിനായകൻ. അവാർഡ് ലഭിച്ചെങ്കിലും പദവികൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല. ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ഇനിയും തുടരുമെന്ന നിലപാടിലാണ് താരമിപ്പോൾ. സ്ഥായി ഭാവമായാണ് അവാർഡിന് ശേഷം വിനായകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഓവർ എക്സൈറ്റ്മെന്റോ അമിത സന്തോഷമോ അവാർഡിന്റെ തിളക്കമോ ഇതൊന്നും ആ നടനിൽ കാണാനില്ലായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അകലം പാലിക്കാനുള്ള കാരണവും വിനായകൻ വെളിപ്പെടുത്തി. കൊച്ചിയിൽ നടന്ന പ്രസ് മീറ്റിനിടെയാണ് താരം കാര്യങ്ങൾ വിശദീകരിച്ചത്. അവാർഡ് ലഭിച്ചതിനു ശേഷം മുഖ്യമന്ത്രി മോഹൻലാലും വിളിച്ചിരുന്നു. അഭിനന്ദനം അറിയിച്ച് ഒരുപാട് പേർ വിളിച്ചിരുന്നു. മോഹൻലാൽ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മോഹൻലാലിന് എതിരാളിയാവുമോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ സൂപ്പർ താരമായ അദ്ദേഹം വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നും വിനായകൻ പറഞ്ഞു. സ്വയം നടനാണെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. ഞാൻ തന്നെ വിലയിരുത്തിയിട്ടാണ് ഞാൻ മീഡിയയിൽ വരാതിരുന്നത്. അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം ഇല്ലെന്നല്ല, ഞാൻ അത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കിയതിനു ശേഷമുള്ള പ്രസ് മീറ്റിനിടെ വിനായകനോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് രസകരമായ ഈ മറുപടി ലഭിച്ചത്. ഇനിയും കെട്ടിയാൽ തന്റെ ഭാര്യ തല്ലുമെന്നാണ് താരം പറഞ്ഞത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ABC മലയാളം.